എൻ്റെ പേര് പൊന്നമ്മ തങ്കപ്പൻ. പൊടുമറ്റം ഇടവകമാണ്, സെൻറ്റ് ജോസഫ് ഇടവകമാണ്, വിജയപുരം രൂപത. എനിക്ക് മാതാവിനോടുള്ള വിശ്വാസവും ഭക്തിയും ജപമാലയോടുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. എങ്കിലും ജപമാല ഒത്തിരി ചൊല്ലുമായിരുന്നു. ജപമാല ചൊല്ലുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജപമാല പ്രചരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ചൊല്ലുമെങ്കിലും ആഴത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. അതിനൊരു ദിവസം രാത്രിയിൽ ഒരു വെളിച്ചം പോലെ തോന്നുകയും എന്നിട്ട് തിരഞ്ഞു നിന്നപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ജപമാലയായിട്ട് നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ ജപമാല ചൊല്ലാനും ലോകത്തിന് വേണ്ടി, ലോകമാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലുവാനായിട്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയും. അതോടെ എനിക്ക് ജപമാലയുടെ ഭക്തി കൂടി ശരിക്കും തന്നെ ജപമാല ചൊല്ലാൻ തുടങ്ങി. എത്ര ചൊല്ലുമെന്നൊന്നും അറിയത്തില്ല, അത്രമാത്രം ചൊല്ലാൻ തുടങ്ങി. ജപമാല കിട്ടി. മറ്റുള്ളവരെ ജപമാല പ്രാർത്ഥനയിലേക്ക് നയിക്കി. അനേകം മക്കൾക്ക് ഇതുപോലെ ജപമാല കെട്ടിക്കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ ഒത്തിരി മക്കളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഒത്തിരി ജപമാല എത്ര ചൊല്ലുമെന്ന് അറിയത്തില്ല. എപ്പോഴും എവിടെ പോയാലും, ഏത് പോയാലും, ഏത് കടകളിലോ എവിടെ പോയാലും എൻ്റെ ഈ ജപമാല കാണും. ജപമാല ചൊല്ലിക്കൊണ്ട് പോകും. അങ്ങനെ ജപമാല ചൊല്ലുന്നത് വഴി ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വിജാതീയ കുടുംബത്തിലെ അംഗമായിരുന്നു. ഞാൻ ഇതുപോലെ ഒരു വീഴ്ചയിലൂടെ നട്ടെല്ലിന് ക്ഷത വയ്ക്കുകയും അരയ്ക്ക് താഴേക്ക് തളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. അതിന് മെഡിക്കൽ കോളേജിലും പല ആശുപത്രികളിലൊക്കെ ഒത്തിരി ചികിത്സ നടത്തി. എന്നിട്ടൊന്നും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ആ ഒരു അവസ്ഥയിൽ ഒത്തിരി കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ അവസ്ഥയിൽ മരിക്കണമെന്ന് തോന്നി. പിന്നെ കോട്ടയത്ത് ഡ്രൈവിൽ പോയി. ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടുന്നതിനിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒത്തിരി വിശ്വാസം ഉണ്ടായിട്ടാണോ എങ്ങനെയെന്നറിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അക്കരയമ്മേ, എൻ്റെ ഭർത്താവിനെയും മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി. എന്തോ ഒരു ശക്തി എന്നെ പിടിച്ച് മാറ്റി നിർത്തി. അവിടെ എനിക്ക് മനസ്സിലായി, ഞാൻ അക്കരയമ്മേ, എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് അമ്മയുടെ കരം വഴി ഞാൻ അവിടുന്ന് രക്ഷിക്കപ്പെട്ടു. മരിക്കാതെ തന്നെ അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പലരുടെയും പ്രേരണയാൽ പാലായിക്ക് അടുത്ത് പൈകയിൽ നായിക വിളിച്ചിട്ട് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അരികെ താഴോട്ട് തളർന്നു പോയതായിരുന്നു ഞാൻ. ആ കൺവെൻഷന് പലരുടെയും പ്രേരണയിൽ കൺവെൻഷന് പോവുകയും കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. ഞാൻ നടന്നു, ബെൽറ്റെല്ലാം പൊട്ടി പോയി. ഞാനങ്ങനെ നടന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം എനിക്ക് മനസ്സിലായത്, അക്കരയമ്മേ, എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ സമയത്ത് അമ്മയാണ് എന്നെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. അതോടൊപ്പം എനിക്ക് അമ്മയോട് ഒത്തിരി സ്നേഹമായിരുന്നു. ഒത്തിരി പ്രാർത്ഥനയോടെ ഞാൻ മുന്നോട്ട് പോയി. ഒത്തിരി താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഈ ജപമാല കരങ്ങളിലെടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഈ മുത്തുകൾ മേടിച്ച് ജപമാല കിട്ടിയാൽ കാശ് കൊടുത്ത് മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ജപമാല കെട്ടാൻ ആരംഭിച്ചു. 91 മുതൽ ജപമാല കെട്ടാൻ തുടങ്ങി. അങ്ങനെ ജപമാല എത്ര കൊടുത്തെന്നറിയത്തില്ല. പക്ഷേ ജപമാല എറണാകുളത്തൊക്കെ പോയി മുത്തുകൾ കൊണ്ടുവന്ന് ജപമാല കെട്ടി ജപമാല പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ ജപമാല കൊടുത്തുകൊണ്ടും ജപമാല പുസ്തകങ്ങളൊക്കെ കൊടുത്തുകൊണ്ടും മറ്റുള്ളവരുടെ വിജാതരായ പ്രിയപ്പെട്ടവരെ പോലും മാതാവിൻ്റെ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല കാരണം ജപമാല ചൊല്ലുമ്പോൾ എത്ര സങ്കടത്തിൻ്റെ, എത്ര വിഷമത്തിൻ്റെ സാഹചര്യത്താണെങ്കിൽ ജപമാല ചൊല്ലുമ്പോൾ ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഞാനിതുവരെ ഒരു ദിവസം എത്ര കൊന്ത ചൊല്ലിയെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. കാരണം യാത്ര ചെയ്യുമ്പോഴും വരുമ്പോഴും വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഏത് സാഹചര്യത്തിൽ തുണി നനയ്ക്കാൻ പോയാൽ പോലും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ജപമാലയുടെ ഭക്തി വഴി ഒത്തിരി ആത്മാക്കൾ രക്ഷപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടുകൊണ്ട് പലരും പറയാറുണ്ട്. സഹോദരി, ഒത്തിരി വിഷമിച്ച് കഴിയുന്ന സാഹചര്യത്തിലാണ് ഈ ജപമാല ചൊല്ലിയപ്പോൾ ഒത്തിരി സന്തോഷമായി, സമാധാനമായി, കുടുംബത്തിൽ ഒത്തിരി സമാധാനം, ഒത്തിരി എളിമയിലേക്ക് കടന്നു വരാനും പെട്ടെന്നുള്ള ആ ദേഷ്യം, അരിശം എല്ലാം മാറി സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്നും, അതുപോലെ ഒത്തിരി മക്കൾ ജപമാല ചൊല്ലുന്നത് വഴി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, അതോടൊപ്പം കുദാശകളൊക്കെ സ്വീകരിക്കാൻ പോലും അവർക്ക് മനസ്സുണ്ടായി. അനേക നാളുകളായി കുമ്പസാരിക്കാതിരുന്നവർ പോലും അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവർ കുദാശകൾ സ്വീകരിച്ചതായിട്ട് അനേകം മക്കൾ പങ്കുവെക്കെ ഉണ്ടായി. അതുപോലെ അതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്.
ജപമാല ചൊല്ലിയപ്പോൾ എൻ്റെ ഭവനത്തിലുണ്ടായ, എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മരിക്കാൻ പോവാണ്, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരുന്നു. വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഒരു വിജാതനായ ഒരു ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, ജപമാല ചൊല്ലി ഇവിടെ ഇരുന്നാൽ മതിയോ, 1,00,000 രൂപ വേണം ഒരു ഇഞ്ചക്ഷന്, അല്ലെങ്കിൽ ആൾ പോകും എന്നോട് പറഞ്ഞു. എൻ്റെ ഈ പൈസ എൻ്റെ മക്കളുടെ കയ്യിലോ ഞങ്ങളുടെ കയ്യിലൊന്നും പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഡോക്ടർ വന്ന് അപകടനില ആണ്, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അതിന് വെളിയിൽ നിന്ന് കുറച്ച് മണലും മിറ്റിലെല്ലാം കൂടെ വാരിക്കൊണ്ട് വന്ന ആശുപത്രിയുടെ വരാന്ത ഇട്ടിട്ട് ഞാനിവിടെ മുട്ടുകുത്തി കൈ വിരിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒത്തിരി സങ്കടത്തോടെയാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. 2-3 ജപമാല ചൊല്ലിക്കഴിഞ്ഞ് കാണും. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ICUയിലോട്ട് കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എൻ്റെ ഭർത്താവിനെ കിടത്തിയിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നേഴ്സുമാരെല്ലാം പറഞ്ഞു, മുറിക്കകത്തെല്ലാം മുല്ലപ്പൂവിൻ്റെ ഭയങ്കര സുഗന്ധമായിരുന്നു എന്ന്. വിജാതനായ ഡോക്ടർ പോലും പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുമ്പോൾ തുമ്മൽ ഉള്ളതാണ്, പക്ഷേ ഈ മണം വന്നിട്ട് എനിക്ക് തുമ്മലൊന്നും തോന്നിയില്ല എന്ന്. എൻ്റെ ജീവിത പങ്കാളിയുടെ അടുക്കിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു വെള്ളക്കാരി, ഒരു സ്ത്രീ ഇവിടെ വന്നു, അവരുടെ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ ജീവനാണ് ഞാൻ തിരിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു തന്നു എന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മുറിയിൽ നിന്ന് പോയെന്ന് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു. അതോടുകൂടി 3ാമത്തെ അറ്റാക്കായിരുന്നു. അതോടുകൂടി ഇതുവരെയും അറ്റാക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ദൈവം ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തെ പരിപാലിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ കർത്താവ് ഇടപെട്ടതും പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന്. അതിന് പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി മക്കൾക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഒത്തിരി മക്കൾ സൗഖ്യം പ്രാപിക്കുന്നതും അനേക മക്കൾ നിത്യരക്ഷയിലേക്ക് കടന്നു വരുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഒത്തിരി വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട് ഇല്ലേ. അതുപോലെ ചെറിയൊരു അനുഭവം, എൻ്റെ മകൻ്റെ കുഞ്ഞ് 3 മാസങ്ങൾക്ക് മുമ്പ് കതകിൻ്റെ ഇടയിൽ കൈപോയി, വിരൽ 2ഉം അറ്റുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഇത് ശരിയാകത്തില്ല, പ്ലാസ്റ്റിക് സർജറി ചെയ്തു, ക്യാപ്പൊക്കെ ഇട്ടു. എൻ്റെ കൊച്ച് പറയുണ്ടായി, എൻ്റെ ഭാവി എനിക്ക് എൻ്റെ പരീക്ഷ എഴുതാൻ പോലും പറ്റിയില്ല എന്ന്. 5-6 ക്ലാസ്സിൽ പരീക്ഷ, വലിയ പരീക്ഷ എഴുതുന്ന ആ സമയങ്ങളിലായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ 2-3 ജപമാലയുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ മോനോട് തന്നെ പറഞ്ഞു, അമ്മയുടെ മാധ്യസ്ഥപടി മോൻ അത്ഭുതം സംഭവിക്കുമെന്ന്. ഇപ്പോൾ കൈയുടെ 2 വിരലിൻ്റെ നഖത്തിൻ്റെ ഭാഗം ചുരുണ്ടിരിക്കുന്നതല്ലാതെ ആ മുറിഞ്ഞ കൈ വിരൽ 2 അറ്റുപോയതാണ്. ആ പാട് പോലും കാണുന്നില്ല. ഞാൻ മോനോട് പറഞ്ഞു, മോനെ, മാതാവ് ഇടപെട്ട് ഈശോ തന്ന അനുഗ്രഹമാണ്, ഒരിക്കലും അമ്മയും മാതാവിനെ വിട്ട് മുന്നോട്ട് പോകല്ലേ എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കാരണത്താൽ പ്രാവശ്യം അവൻ ആദ്യ കുർബാന സ്വീകരിക്കാനും സാധിച്ചു. ഒത്തിരി മാതാവിനുള്ള ഭക്തി ജപമാല ചൊല്ലുന്ന സമയത്ത്, ജപമാല ചൊല്ലുന്ന ആ നിമിഷം മുതൽ അവസാനം വരെ അവൻ മുട്ടുമേ നിന്ന് ജപമാല ചൊല്ലുന്നത് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അമ്മ വഴി ധാരാളം അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വികാരിച്ചന് ഭയങ്കര കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ, നേരത്തെ വികാരിച്ചനായിരുന്ന അച്ഛനാണ്, കണ്ണിന് കാഴ്ചയില്ലാതെ ഒത്തിരി വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ജപമാല കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മേശപ്പുറത്തും അലമാരയുടെ റോഡിലും നിറച്ചും ജപമാലയാണ്. ഞാൻ പറഞ്ഞു, എങ്കിലും അച്ഛാ ഇപ്പം കൈ ജപമാലല്ലോ, ഞാൻ ചൊല്ലാം. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറയുകയാണ്, സഹോദരി എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, 2 കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഇനി ഒരു കാലത്തിന് കണ്ണിന് കാഴ്ച കിട്ടുകയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സഹോദരി ജപമാല തരികയും നമ്മളൊന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചല്ലോ. ഇപ്പോൾ എനിക്ക് കണ്ണട വെക്കാതെ പോലും വായിക്കാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഇത്ര വലുതാണെന്ന് പുരോഹിതനായിട്ട് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. അമ്മയുടെ സ്നേഹത്തിലും വാത്സല്യത്തിലും
മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കണം. ഇനി എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേരുകയും ഞാൻ ജപമാല ചൊല്ലും. കാരണം ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെ 10 നന്മ നിറഞ്ഞവൊക്കെ ഞാനൊരു ദിവസം ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ 4, 5, 6, 8 ജപമാല ചൊല്ലുന്നതായിട്ട് അച്ഛൻ പറഞ്ഞു ഉണ്ടായി. എൻ്റെ മൂത്ത മകന് അവന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് എലിപ്പനി വന്നു. അവന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഭയങ്കര കൂടുതലായിട്ട് അവന് IC കടിയായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ വെളിയിൽ നിൽക്കുമ്പോൾ മാതാവിനോട് വിശ്വാസമില്ലാത്ത ഒരു മകന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ മുത്തും ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, യേശുവിനെ വിളിച്ച് അപേക്ഷിക്കാൻ പറഞ്ഞു, ഒച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ ഈ ICൻ്റെ വാതിക്കൽ ഒച്ചയ്ക്ക് ബഹളം വെച്ചിട്ട് കാര്യമില്ല, ബഹളം വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നിശബ്ദമായി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ വന്നേച്ച് പറഞ്ഞു, കൊച്ച് മരിക്കാൻ പോവാണ്, നിങ്ങൾ വന്ന് മരണം കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ IC കയറി ചെന്നു. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ഇങ്ങനെ കട്ടയ്ക്ക് ബ്ലഡ് ഇങ്ങനെ തള്ളി വന്നുകൊണ്ടിരിക്കുക. കൊച്ച് കണ്ണ് മേപ്പോട്ടാക്കി ഇങ്ങനെ തല ഇങ്ങോട്ട് കുമ്പിടുത്തിയിട്ട് ഇങ്ങനെ പിന്നെ കിടക്കുക. ഞാൻ എന്നിട്ട് കയ്യും എല്ലാം കൊച്ചിൻ്റെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, കൊച്ചിനെ കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞു. കൊച്ചു അന്നേരം ഒരു വിജാതനായ ഡോക്ടർ എന്നോട് പറഞ്ഞു, അവൻ പെറ്റ തള്ളയല്ലേ ഡോക്ടറെ, അവർ കെട്ടിപ്പിടിക്കട്ടെ, കൊച്ചു മരിക്കാൻ പോകല്ലേ, ഒരു തള്ളയുടെ വേദനയല്ലേ എന്ന്. ഞാൻ എൻ്റെ കൊച്ചിനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴെൻ്റെ മനസ്സിലേക്ക് വന്നു, ഏലിയ പ്രവാചകന് ഒരു കുഞ്ഞിൻ്റെ മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് കിടന്ന് ഉണ്ട്, ആ മൂക്കിലേക്ക് 3 പ്രാവശ്യം ഊതിയപ്പോൾ കുഞ്ഞിന് ജീവൻ വന്നു എന്ന്. ആ ഏലിയ പ്രവാചകൻ്റെ അന്നുണ്ടായിരുന്ന ദൈവമാണല്ലോ ഇന്നുമുള്ളത്. അവിശ്വാസത്തോടു കൂടി ഞാനും എൻ്റെ കൊച്ചിൻ്റെ മൂക്കിലേക്ക് ഒരു 3 പ്രാവശ്യം ഊതി. ഇവിടെ വില്ല് പോലെ ഞാൻ കിടന്ന കുഞ്ഞ് പെട്ടെന്ന് അയഞ്ഞു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, കുഞ്ഞ് മരിച്ചെന്നാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. കാരണം ഈ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ഒരു പക്ഷേ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാരൊക്കെ ഈശോയെ പഴിക്കുമല്ലോ. ആ സങ്കടം ഞാനവിടെ പറയുകയും ചെയ്തു. അങ്ങനെ പ്രിയമുള്ളവരെ, കുഞ്ഞ് പിന്നീട് കണ്ണ് തുറന്ന് ചിരിച്ച് എന്നെ നോക്കി. അപ്പോൾ അവനും പറഞ്ഞിങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. കാരണം ഒരു 2-3 ദിവസം കൂടെ ഞങ്ങൾ പിന്നെ ICയിൽ അന്ന് അവിടുന്ന് വാർഡിലേക്ക് മാറ്റി 2-3 ദിവസം ഞങ്ങൾ ആശുപത്രി കടന്നുള്ളൂ, സുഖമായിട്ട് പോന്നു. അപ്പോൾ ഈ മാതാവിനോട് വിശ്വാസമില്ലാത്ത ഈ സഹോദരൻ്റെ അനിയനായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കരളിന് എന്തോ രോഗം ബാധിച്ച് കിടക്കുകയായിരുന്നു. ആ 2-3 ഞങ്ങൾ 3 സൗഖ്യം കിട്ടി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ്റെ അനിയനും മരിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്നുവെച്ച് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്ന് മുത്തുമാലയുണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബാഗിൽ ഇങ്ങനെ ജപമാലയുണ്ട്, ജപമാല പുസ്തകങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളവർക്ക് വഴി വെച്ച് കണ്ടാലും വഴി വെച്ച് കണ്ടും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ വെച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ജപമാല കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ജപമാല പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു പക്ഷേ ഇത് ചൊല്ലാതിരുന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ എൻ്റെ പള്ളിയിൽ കൊണ്ട് ഏൽപ്പിക്കുമോ, എന്നെ തിരിച്ച് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂർ പള്ളിയിൽ വെച്ച് നമ്മുടെ ടീമിൻ്റെ ഒരു കൺവെൻഷൻ അവിടെ നടക്കുകയായിരുന്നു. അപ്പോൾ കൺവെൻഷൻ്റെ സമയത്ത് ഞാൻ വചനം പറയാൻ നിന്നപ്പോൾ ഏറ്റവും മുമ്പിൽ ഈ മനുഷ്യൻ വന്ന് നിന്നപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴും ഇദ്ദേഹം വന്നേച്ച് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ജപമാല, കഴുത്തിലുണ്ട് ജപമാല. ഇദ്ദേഹം പറയുകയാണ്, സഹോദരി, ഞാൻ നിങ്ങൾ തന്ന മുത്ത് ജപമാല ഉപേക്ഷിച്ച് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒത്തിരി കടബാധ്യതയും ഒത്തിരി തകർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗത്തിനൊക്കെ അടിമയായിരുന്നു. ഒത്തിരി ചികിത്സയൊന്നും ഭേദമായില്ല. പക്ഷേ അവളുടെ കഴുത്തിലും ജപമാല ഇട്ട് കൊടുത്ത് ഞങ്ങൾ 2 പേരും കൈകോർത്ത് ജപമാല ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഭാര്യ സൗഖ്യം പ്രാപിച്ചു. ഞാനിപ്പോൾ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് ഞാൻ ചേർന്നു. ഇപ്പോൾ ഞാൻ ഈ ഇടവക അംഗമാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. സഹോദരി തന്ന ജപമാല ഇപ്പോഴും എൻ്റെ കൈ പോക്കറ്റിലുണ്ടെന്നും പറഞ്ഞ് എന്നെ കാണുകയുണ്ടായി. എനിക്കത് വലിയൊരു അത്ഭുതം തോന്നി. കാരണം അന്ന് ജപമാല കൊടുത്തെങ്കിലും ആ മനുഷ്യനെ പറ്റി ഞാൻ ചിന്തിക്കുകയോ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ദൈവം അവിടെ ഇടപെട്ടു, പരിശുദ്ധ അമ്മയോടെ ഇടപെട്ടു. അമ്മയുടെ കുടുംബമായി, നസ്രത്തിലെ അമ്മ ഉള്ള കുടുംബമായി ആ കുടുംബം മാറി. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കാണുവാനായിട്ട് സാധിച്ചു.
അതുപോലെ നമുക്ക് ഒരു വൈദിക വിദ്യാർത്ഥിയുടെ കൂടെ ഇവിടെ ഒരു പിന്നെ വിജാതീയ കൊച്ച് കയറി വന്നു. അവന് യേശുവിൽ വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നു. ഇവിടെ വന്ന് അച്ഛനും ഒക്കെ ആയിട്ട് അച്ഛന്മാരും അതിൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ വേറെ അച്ഛനും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് അവരുടെ ഭക്ഷണം കഴിച്ചു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി എൻ്റെ കയ്യെ കണ്ടോ അരുമ്പാറ എന്ന്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു 51 അരുമ്പാറയുണ്ട്. കൈയുടെ ഇങ്ങനെ അരുമ്പാറ ഇങ്ങനെ കാണാം. എന്നോട് പറഞ്ഞു, ചേച്ചി അത് വെള്ളം പറ്റി കുതിർന്ന് കഴിയുമ്പോൾ ഇവിടെ തിരിക്കും, പിള്ളേരൊക്കെ കളിയാക്കും, ഒത്തിരി വിഷമമാണ്, ഒത്തിരി ചികിത്സകളൊക്കെ ഇതിന് ചെയ്തതാണ്, പക്ഷേ ഇത് മാറിയില്ല എന്ന്. ഞാനൊരു ജപമാല പുസ്തകം ജപമാലയും മകന് കൊടുത്തു. അതുപോലെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥമുള്ള കുറച്ച് എണ്ണ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എണ്ണ മകൻ്റെ കയ്യിൽ ഞാൻ തൂത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി മാതാവിൻ്റെ അടുക്കൽ ഒരു 10 ദിവസം അടുപ്പിച്ച് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവന് കോളേജിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പിന്നീട് പറഞ്ഞത്. ആ വീട്ടിൽ ചെന്ന് അന്ന് നമ്മൾ എണ്ണ തൂത്ത് കൊടുത്ത് ജവമാർ കൊടുത്ത് വിട്ടതാണെന്ന് അവൻ കോളേജിലേ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുമ്പോൾ അമ്മ ചോദിച്ചു, നിൻ്റെ കയ്യിൽ അരുമ്പാറ എന്തെയ്യുന്നു? അന്നേരം ആ മകൻ കാണുന്നത് കയ്യിൽ അരുമ്പാറയുടെ പാട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ആ കൊച്ചു പിന്നെ ജവമാല എഴുതാൻ തുടങ്ങി. ആ കുടുംബം എല്ലാം ഭയങ്കര വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ മോൻ്റെ അമ്മ പിന്നെ വയറിനകത്ത് യൂട്രസിൽ മുഴയായിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കാരിത്താസ് ആശുപത്രിയിൽ പോയി. കാണാനായിട്ട് ചെന്നപ്പോൾ അവരുടെ കഴുത്തിൽ ഒരു ജവമാല ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ സഹായിക്കും. അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കാതിരിക്കത്തില്ല. അമ്മ എന്ത് പറയുന്നോ ഈശോ അത് കേൾക്കും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ സഹോദരിക്ക് ജവമാലയായിട്ട് ചൊല്ലാൻ അറിയത്തില്ല. നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ അമ്മയെന്ന് ചൊല്ലാൻ മാത്രം അറിയത്തുള്ളൂ. എങ്കിലും ഈ സഹോദരി ചൊല്ലിയെന്ന് പറയുന്നു. പിന്നീട് ഡോക്ടർക്ക് ഒരു സംശയം തോന്നി. സ്കാൻ ചെയ്ത് നോക്കപ്പോൾ ആ യൂട്രസിനകത്ത് മുഴയില്ലായിരുന്നു. ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ അവർ തിരിച്ചു വന്നു. ആ കുടുംബമെല്ലാം യേശുവിൻ്റെ വലിയൊരു രക്ഷയിലേക്ക് ആ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഭവനത്തിൻ്റെ വാതക തന്നെ വലിയ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്നതായിട്ടും എന്നും മുല്ലപ്പൂ കൊണ്ടുവയ്ക്കുകയും അവർ പറയുകയാണ്, 6 മണിക്ക് പള്ളി മണിയടിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരി കത്തിച്ച് വെച്ചാൽ ഞങ്ങൾ കടക്കാൻ നേരത്ത് ആ തിരി കെടുത്തുന്നതെന്ന് അത്രമാത്രം അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു. അങ്ങനെ ഒത്തിരി അന്നങ്ങൾ പറഞ്ഞാൽ തീരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അനുഗ്രഹങ്ങളെ പരിശുദ്ധ അമ്മയെ വഴി ഒത്തിരി മക്കളെ അനുഗ്രഹിക്കുന്നതായിട്ട് ഒത്തിരി മക്കൾ ഒത്തിരി കൃപയിലേക്ക് വരുന്നത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് സൗഖ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രാർത്ഥിക്കാൻ നായകപ്രചനടുക്കാൻ നമ്മൾ അന്ന് മുരിങ്ങൂരില്ല, അന്ന് പിന്നെ പോട്ടാശ്രമമാണുള്ളത്. അവിടെ പോവുകയും അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നായകപ്രചനും പനക്കലച്ഛനും കൂടെ പ്രാർത്ഥിച്ചു. ജോൺ ചെറിയവിളിയച്ഛനും ഉണ്ടായിരുന്നു. അവർ 3 പേരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു 5 ആഴ്ച വീട്ടിൽ വെച്ച് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുക, 6ാമത്തെ ആഴ്ച ഒരു ദേവാലയം കുന്നുംപുറത്തൊരു ദേവാലയം കാണുന്നുണ്ടെന്ന് അച്ഛനിങ്ങനെ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചിഞ്ഞ് പോന്നു. അങ്ങനെ എല്ലാ ആഴ്ചകളും ഞങ്ങൾ കുറച്ച് പേര് കൂടി എന്നെ ധ്യാനത്തിനൊക്കെ വിട്ടവരും അല്ല ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു. ഒത്തിരി പേരവിടെ ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കിട്ടി. പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു സിസ്റ്റർ ഉണ്ടായിരുന്ന സിസ്റ്ററോട് ജപമാല ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബോധ്യത്തിലേക്ക് എൻ്റെ മനസ്സിൽ വന്നു, ജപമാല ചൊല്ലിയെങ്കിൽ മാത്രമേ കൂട്ടായ്മ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന്. പക്ഷേ സിസ്റ്റർ അന്ന് 3 ജപമാല ചൊല്ലും, 53 ജപം ചൊല്ലും. അത് കഴിഞ്ഞാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല, എനിക്ക് വായിക്കാനും എഴുതാനും ഒന്നും അറിയത്തില്ല. എങ്കിലും അങ്ങനെ ആ കൂട്ടായ്മയിലെ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അമ്മയുടെ മധ്യസ്ഥമ്പടിയാണ് കൂട്ടായ്മ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 4ാമത്തെ ആഴ്ചയായപ്പോഴത്തേക്ക് ഇവിടെ ധ്യാനകേന്ദ്രം അന്നില്ലായിരുന്നു. പള്ളിയിൽ കുന്നപ്പള്ളി പൊടിമറ്റം കുന്നപ്പള്ളിയിൽ സെൻറ്റ് ജോസഫ് ചർച്ച് പള്ളിയാണ്. പള്ളിയിലെ അച്ഛനൊരു സന്ധിവാതം പോലെ എന്തോ ഒരു അസുഖമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ജോലിക്ക് അടുക്കളപ്പണിക്ക് ഒരു വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആൻറ്റിയും അതിനോട് അച്ഛന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശരിക്കും തന്നെ അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. അച്ഛൻ ഒത്തിരി മാതാവിനോട് ഒത്തിരി ഭക്തിയുള്ള അച്ഛനായിരുന്നു. അതുപോലെ ഹെൻറി കൊച്ചോറമ്പൻ പറഞ്ഞ അച്ഛന്. അത് കഴിഞ്ഞ് ഞാൻ പോരുകയും ചെയ്തു. ഒരു 5ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ ആശുപത്രിയിൽ നിന്നെല്ലാം വിട്ട് നമ്മൾ താമസിക്കുന്ന വീട്, ഇപ്പം താമസിക്കുന്ന വീടല്ല, കുറേ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അവിടെ ആയിരുന്നു വീട്. അവിടെ അച്ഛൻ വരികയും ഞങ്ങൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ എന്നിട്ട് പറഞ്ഞു,
സഹോദരി ഇനി അടുത്ത ആഴ്ച 6-ാമത്തെ ആഴ്ചയല്ലേ പള്ളി വെച്ച് പ്രാർത്ഥിക്കാം. ആ ഒരാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് സാക്ഷ്യപ്പെടുത്തണം ഈ കാര്യങ്ങൾ. അതുകൊണ്ട് 6-ാമത്തെ ആഴ്ച അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ പള്ളി വീട്ടിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷേ 6-ാമത്തെ ആഴ്ച ഞങ്ങൾ ഇവിടെ ഒന്ന് ഉച്ച കഴിഞ്ഞാണ്. വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പേര് വന്നുകൊണ്ടിരുന്നു. പക്ഷേ പള്ളിയിലോട്ട് വന്നപ്പം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് പീറ്റർ തുത്തിക്കോണം പിതാവ് അവിടെ വരികയും പിതാവ് പറഞ്ഞ ഏതൊക്കാരും ഇവിടെ പ്രാർത്ഥന ഇത് തുടർന്ന് ഈ പള്ളി തന്നെ മുന്നോട്ട് പോകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി പിന്നീട് പള്ളി നിറഞ്ഞു. പള്ളിയുടെ അപ്രവശത്ത് ഇപ്രവശത്തെല്ലാം പന്തലിട്ട് അവിടെ ആൾക്കാർ നിറഞ്ഞു, മുമ്പിൽ പന്തലിട്ട് അവിടെ ആൾക്കാർ നിറഞ്ഞു. അതുപോലെ ജനങ്ങൾ കടന്ന് വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാം ഈ പ്രാർത്ഥന തുടങ്ങുന്നത് ജപമാല പ്രാർത്ഥനയോട് കൂടിയാണ്. ഈ ബഹുമാനപ്പെട്ട സിസ്റ്ററും വേറെ 2 ചേച്ചിമാർ കൂടിയാണ് ഈ ജപമാല ചൊല്ലുക. 53 മണി ജപം 1 മണിക്കൂറും കൊണ്ട് 1.5 മണിക്കൂറും കൊണ്ട് അവർ വിവരിച്ച് മധ്യസ്ഥം വഹിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയാകാം ധ്യാന കേന്ദ്രം ഉയർന്നു. പിന്നെ ഒരു ഓലഷെട്ട് അവിടെ ഓലഷെട്ട് പണിതോ, വലിയൊരു നീളത്തിലൊരു ഓലഷെട്ട് ഇവിടെ പണിയുണ്ടായി. പിതാവിൻ്റെ അനുമതിയോടുകൂടി അങ്ങനെ ഓലഷെട്ട് അവിടെ ആൾക്കാർ നിറഞ്ഞു. പക്ഷേ അത് ഉച്ച സമയത്തും വിശുദ്ധ കുർബാനയുടെ തൊട്ട് മുമ്പും ഒരു ജപമാല ചൊല്ലും, ജഗാനയുടെ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു. പ്രാർത്ഥന തീർന്നു കഴിയുമ്പോൾ കൂട്ടായ്മയിൽ എല്ലാവരോടും കൂടി ഞങ്ങൾ ജപമാല ചൊല്ലുമായിരുന്നു. അങ്ങനെ പിതാവും ഗ്യാരിശനും പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ആ പള്ളിയിലെ അച്ഛന്മാരും ഞങ്ങൾ കുറേച്ച് പേര് കൂടിയ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുകയും അങ്ങനെ പുറത്തൊക്കെ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല. പഠിക്കാൻ സ്കൂളിൽ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാനാണ് ഞാൻ പോയിട്ടുള്ളത്. അവിടെ എനിക്ക് സൗഖ്യം കിട്ടിയ ഒരു 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ ഒരു ബൈബിള് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, പട്ടിയുടെ കൈ മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ എനിക്ക് ഇതൊന്നും വായിക്കാനും പറക്കാനും അറിയത്തില്ല അച്ഛൻ. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഈ എവിടെ പോയാലും ഈ ബൈബിള് ചങ്കോട് ചേർത്ത് പിടിച്ച് ഇങ്ങോട്ട് പൊതിഞ്ഞു പോലും പിടിക്കാൻ ഞാൻ ചങ്കോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പോകും. ജപമാല കൈ പിടിച്ചുകൊണ്ട് ജപമാല മുഴുവൻ രസങ്ങൾ ചൊല്ലാൻ അറിയത്തില്ലെങ്കിലും ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. എല്ലാവരും ബൈബിള് ഞാൻ വചനം പറയുന്നുണ്ട്, പക്ഷേ വായിക്കാതെ തന്നെയാണ് വചനം പറയുന്നത്. മത്തായി എവിടെ കിടക്കുന്നു, ലൂക്ക എവിടെ കിടക്കുന്നു ഒന്നും എനിക്കറിയത്തില്ല. ബൈബിള് കൈക്കിട്ടിട്ടുണ്ട്, വായിക്കാനും അറിയത്തില്ല. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കും. ജപമാല ചൊല്ലിക്കൊണ്ടാണ് കിടക്കുന്നതും ജപമാല കയ്യെ ചുറ്റിക്കൊണ്ടും ഒരെണ്ണം ചൊല്ലിക്കൊണ്ടുമാണ് കിടക്കുന്നത്. അവിടെ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം പോലെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് അനുഭവം തോന്നുകയും എൻ്റെ മനസ്സിലേക്ക് ആരോ പറഞ്ഞു തരുന്നു. പൗലോസ്ലീഹായായിരുന്നു കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ 6-ാം അധ്യായം അതിൽ 16-17 ഒക്കെ വായിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണേലും ഏത് തരത്തിലാണെന്ന് എനിക്കറിയത്തില്ല, അമ്മയുടെ ആ വലിയ അനുഗ്രഹത്താൽ ആ വചനം വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് വചനം വായിക്കാൻ അറിയാം. വചനം ഏത് ഭാഷകളാണെങ്കിലും പറയാൻ അറിയത്തില്ലെങ്കിലും ഏത് ഭാഷ വചനം പറഞ്ഞാലും അതെനിക്ക് മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഈ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ കൂട്ടായ്മ കൂടി പുറത്തോട്ടൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴുമെല്ലാം വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി. എനിക്ക് കൂടുതലും അമ്മയെക്കുറിച്ച് പറയാനാണ് കൂടുതൽ താല്പര്യം. വർഷത്തെ മാതാവിൻ്റെ ക്ലാസ് എടുക്കുക, എവിടെ ചെന്നാലും മാതാവിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യം. അങ്ങനെ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ടാണ്, ജപമാല ചൊല്ലുന്ന വഴിയായിട്ടാണ് കൂടുതൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് പരിശുദ്ധ അമ്മ. എല്ലാ ജ്ഞാനത്തിൻ്റെ ഉറവിടം തുറന്ന പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ശരീരം മൊത്തം പൊട്ടി ഒലിച്ച് ഒരവസ്ഥയിൽ ഒരു വിജാതിമായ ഒരു സഹോദരിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരു ബഹുമാനപ്പെട്ട ഒരു സിസ്റ്ററാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ അടുത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത ഭയങ്കര ദുർഗന്ധമാണ്. ഈ സിസ്റ്റർമാരെല്ലാം മൂക്ക് പൊത്തിക്കൊണ്ടായി കൊച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, അമ്മയായിട്ട് ബന്ധം സംഭവിച്ച് പ്രാർത്ഥിച്ചാൽ മാറ്റം ഉണ്ടാകും. എൻ്റെ കൂടിനകത്തൊരു കൊന്തയുണ്ടല്ലോ, കൊന്ത കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു മകളോട് കൊന്തയിടാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ പുറവും എല്ലാം കഴുത്തെല്ലാം പൊട്ടി ഒഴിഞ്ഞായിരിക്കുന്നു, എങ്ങനെ ഈ ജപമാല ഇടുന്നു? ഞാൻ പറഞ്ഞു, മോളൊന്ന് ഇട്ട് നോക്ക്, വേദനയ്ക്കുന്നെങ്കിൽ ഊരി കൈ പിടിച്ചാൽ മതിയെന്ന്. ആ മകൾ കഴുത്തിട്ട് കൊടുക്കുകയും ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ജപമാല ചൊല്ലാം. ആ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും കൂട്ടി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഇവർ പോകുകയും ചെയ്തു. പിറ്റേ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ മാത്രം കൗൺസിലിങ്ങിൻ്റെ ദിവസത്തിൽ വന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയുകയാണ്, ആ കൊച്ചിൻ്റെ ശരീരത്തെല്ലാം ഉണങ്ങി തുടങ്ങി. 18 വർഷമായിട്ട് ചീഞ്ഞളിച്ചിട്ട് സ്വന്തം അമ്മയും അപ്പനും പോലും ഉപേക്ഷിച്ച് അങ്ങോട്ട് മടത്തിക്കൊണ്ട് ഈ കുഞ്ഞിനെ തന്നതാണ്.
ഞങ്ങൾക്ക് കളയാൻ പറ്റത്തില്ലല്ലോ, മാതാവ് മാലാഖയായിട്ട് തന്നതല്ലേ. ഒത്തിരി മാറ്റം ഉണ്ടായി. അന്ന് സിസ്റ്റർ പറയാണ്, സഹോദരി ഒരു 100 കൊന്ത ഇതിന് നന്ദിയായിട്ട് ഒരു 100 കൊന്ത എനിക്ക് കിട്ടിത്തരണം. ഇതുപോലെ ഉള്ള പിന്നെ വിജാതിയായ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കാനും അവരെ ജപമാല ചൊല്ലി മാതാവിൻ്റെ വിശ്വാസത്തിലേക്കും യേശുവിൻ്റെ വിശ്വാസത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ജപമാല കെട്ടി കുട്ടിക്കുകയും ചെയ്തു. അങ്ങനെ മകൾക്ക് സൗഖ്യം ഉണ്ടായ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒത്തിരി മക്കൾ ജപമാല എന്തേരെ ചൊല്ലിയാൽ പോരെ, ഇങ്ങനെ എപ്പോഴും ഈ ആവർത്തിച്ച് ചൊല്ലേണ്ട കാര്യമുണ്ടോ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കൂട്ടായ്മയിൽ വന്നൊരു സഹോദരിയും എന്നോട് പലപ്പോഴും ചൊല്ലി ഇങ്ങനെ ചൊല്ലേണ്ട കാര്യമുണ്ട്, ഞാൻ അടുത്തതിലൊന്നും കൊന്ത ഇടത്തൊന്നുമില്ല, എനിക്ക് നാണക്കേടാണ്. പക്ഷേ പ്രത്യേക പിക്സ് പോലെ ഒരു ബുദ്ധിമുട്ട് ആ മകൾക്കുണ്ടാകുകയും ആശുപത്രിയിൽ പോവുകയും ആ മകളുടെ പിന്നെ കത്തോലിക്ക സഹോദരിയാണെങ്കിലും ജപമാല ഇടാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ജപമാല ആ മകൾക്ക് ഇട്ട് കൊടുക്കുകയും അങ്ങനെ പിന്നീട് ആ മകൾ പറയാണ് 2 വർഷമായിട്ട് പിക്സ് ഉണ്ടായിട്ടില്ല എന്ന്. ഇവിടെ എനിക്കറിയാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത് എന്ന്.